പശ്ചിമബംഗാളിൽ നിയമവിദ്യാർത്ഥിനി കൂട്ടബലാത്സംഗത്തിനിടയായ സംഭവത്തിൽ മമതാ സർക്കാരിനെതിരെ കടുത്ത പ്രതിഷേധമുയരുന്നു. തൃണമൂലിന്റെ വിദ്യാർത്ഥി സംഘടനാ നേതാവായ മനോജിത് മിശ്ര തന്നെ ക്രൂരമായി മർദ്ദിച്ചെന്നും ഭീഷണിപ്പെടുത്തിയെന്നും പെൺകുട്ടി പരാതിയിൽ വ്യക്തമാക്കി. വിവാഹാഭ്യർത്ഥന നിരസിച്ചതിനാണ് ബലാത്സംഗത്തിന് കാരണമാക്കിയതെന്നും പെൺകുട്ടിയുടെ മൊഴി. തൃണമൂൽ നേതാവ് ഉൾപ്പെടെ 3 പേരെ 4 ദിവസത്തെ കസ്റ്റഡിയിൽ വിട്ടു. അതേസമയം സംഭവത്തിൽ മമതാ സർക്കാർ മൗനം തുടരുകയാണ്. ആർജിക്കർ മെഡിക്കൽ കോളേജിലെ ജൂനിയർ ഡോക്ടറുടെ കൊലപാതകത്തിന് പിന്നാലെയുണ്ടായ സംഭവത്തിൽ ഇടത് സംഘടനകളുടെ നേതൃത്വത്തിൽ പ്രതിഷേധം ശക്തമാകുന്നു. മമതാ സർക്കാർ ഭരിക്കുന്ന പശ്ചിമ ബംഗാളിലെ കസ്ബയിലാണ് നിയമവിദ്യാർത്ഥിനി കൂട്ടബലാത്സംഗത്തിന് ഇരയായത്. കസ്ബ സർക്കാർ ലോ കോളേജിലെ മുൻ വിദ്യാർത്ഥിയും തൃണമൂൽ കോൺഗ്രസ് വിദ്യാർത്ഥി സംഘടനയായ ഛാത്ര പരിഷത്തിന്റെ നേതാവുമായ മനോജിത് മിശ്ര ഉൾപ്പെടെ 3 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. വിവാഹാഭ്യർത്ഥന നിരസിച്ചതിനെ തുടർന്നാണ് ക്യാമ്പസിനുള്ളിലെ ഗാർഡ് റൂമിൽ വെച്ച് വിദ്യാർത്ഥിനിയെ ബലാത്സംഗം ചെയ്തതെന്നാണ് പെൺകുട്ടിയുടെ പരാതി. വിവാഹത്തിന് സമ്മതിച്ചില്ലെങ്കിൽ തന്നെ കൊലപ്പെടുത്തുമെന്ന് പ്രതി മനോജിത് മിശ്ര ഭീഷണിപ്പെടുത്തിയതായും പെൺകുട്ടി പറഞ്ഞു. പ്രതിക്ക് തൃണമൂൽ കോൺഗ്രസിൽ സ്വാധീനമുണ്ടെന്നും പരാതിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. പെൺകുട്ടിയെ ബലമായി ആളൊഴിഞ്ഞ മുറിയിലേക്ക് കൊണ്ടുപോവുകയും ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തു. പ്രതികളായ മറ്റു 2 പേർ മൊബൈലിൽ ദൃശ്യങ്ങൾ പകർത്തിയതായും പെൺകുട്ടി ആരോപിച്ചു. അതേസമയം സംഭവത്തിൽ കുറ്റക്കാരെ ന്യായീകരിച്ചും ബലാത്സംഗത്തിനിരയായ പെൺകുട്ടിയെ കുറ്റപ്പെടുത്തിയും തൃണമൂൽ MP കല്യാൺ ബാനർജി രംഗത്തെത്തി. പെൺകുട്ടികൾ പുറത്ത് ചുറ്റിക്കറങ്ങുമ്പോൾ ചിന്തിക്കണമെന്നായിരുന്നു തൃണമൂൽ MPയുടെ പ്രതികരണം. എല്ലാ കോളേജുകളിലും പോലീസിന് വിന്യസിക്കാൻ കഴിയില്ലെന്നും MP വ്യക്തമാക്കി. അതേസമയം സംഭവത്തിൽ കടുത്ത പ്രതിഷേധവുമായി DYFI ഉൾപ്പെടെ ഇടതു സംഘടനകൾ രംഗത്തെത്തി. പൂർവ്വ വിദ്യാർത്ഥികൾക്ക് ക്യാമ്പസിനുള്ളിൽ കടക്കാൻ അധികാരം നൽകിയെന്നും മമതാ സർക്കാരിന്റെ നേതൃത്വത്തിലുള്ള തൃണമൂൽ ഭരണത്തിൽ സംസ്ഥാനത്ത് സ്ത്രീ സുരക്ഷ പൂർണ്ണമായും ഇല്ലാതായെന്നും പ്രതിഷേധക്കാർ ചൂണ്ടിക്കാണിച്ചു. സംഭവത്തിൽ ദേശീയ വനിതാ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തിട്ടുണ്ട്. 3 ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കാനും സംസ്ഥാന പോലീസ് മേധാവിയോട് ആവശ്യപ്പെട്ടു. കൈരളി ന്യൂസ്, ദില്ലി.